ആരെയും ഞങ്ങൾ വയലിറങ്ങുന്നതിന് വേണ്ടി നിർബന്ധിക്കുന്നില്ല. എങ്കിലും പരമാവധി സഹകരണവും പങ്കാളിത്തവും ഈ പരിപാടിയുടെ ഭാഗമായി ഉണ്ടാവണമെന്നുള്ളതാണ്. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് മോൾ അസോസിയേഷന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റുമാണ്. സഖാവ് ഈ പരിപാടി ആദ്യം മുതലേ തന്നെ പൂർണ്ണ പിന്തുണയും നിർദ്ദേശവും ഒക്കെ തന്നെ ഈ പരിപാടിയുടെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. വലിയ ആവേശത്തിലാണ് ഈ ഒരു പരിപാടിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. തീർച്ചയായും ആ ആവേശം ഈ പരിപാടിയിലുടനീളം ഞങ്ങൾക്കും ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പരിപാടിയിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്. അതുപോലെ മറ്റ് നേതാക്കന്മാർ, പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ഇവിടെ കമലാക്ഷി ടീച്ചറുടെ ഓർമ്മയുടെ ഭാഗമായി നിരവധിയായ പരിപാടികൾ ശ്രീകണ്ഠാപുരം ഏരിയയിൽ നടക്കുന്നുണ്ട്. നാളെ ഇന്നാണ് അസുഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. ഇന്ന് തന്നെ ഏരിയ സെക്രട്ടറിയുടെ സ്വാഗതം കേട്ടപ്പോൾ കേട്ടിട്ട് കുറച്ചാൾ പേടിച്ച് മാറി നിൽക്കുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാലിൽ വല്ല മുറിവുള്ളവർ മാറി നിൽക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും വയലിൽ ഇറങ്ങുക. ഈ മണ്ണ് നമ്മുടെ കാലിൽ തട്ടുന്നതും ചളിയിൽ നമ്മൾ ഇറങ്ങി നിൽക്കുന്നതും ഒരു ചികിത്സയാണ്, ഒരു ആയുർവേദ ചികിത്സയുടെ ഒക്കെ ഒരു ഭാഗമാണ്. ഇപ്പോൾ ചില ആയുർവേദ ചികിത്സ കണ്ടിരിക്കും, ചളി മുഴുവൻ, തല മുഴുവൻ, കാല് വരെ ചളിയിൽ പൊതിഞ്ഞ് ഇലയിലൊക്കെ കിട്ടിയിട്ട് മനുഷ്യർ കിടക്കുന്നുണ്ട്. ഇതൊന്നും നമുക്കറിയില്ല. പക്ഷെ ഇതെല്ലാം ചെയ്യാൻ വിദേശത്തു നിന്നാണ് ആളുകൾ ഇങ്ങോട്ട് വരുന്നത്. നമ്മളാണെങ്കിൽ നമ്മുടെ മണ്ണിലും ചവിട്ടൂല, ചളിയിലും ചവിട്ടൂല. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് നമ്മുടെ സമൂഹം രോഗാതുരാകുകയാണ്. ഇപ്പം കണ്ടില്ലേ, നമ്മൾ സ്കൂളിലെ കുട്ടികൾ, നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ കുടയില്ലെങ്കിലും മഴ മിൽമ അല്ലെങ്കിൽ പാല് കൊണ്ട് കൊടുക്കുക, അച്ഛൻ വിറക് കീറുന്നുണ്ടാകും, അമ്മ അടുക്കളയിലാണ്. ഇതൊക്കെയാണ് അന്ന് പരീക്ഷയ്ക്കൊക്കെ എഴുതിയത്. പക്ഷെ നമ്മൾ അന്ന് എഴുതിയത് കൊണ്ട് നമ്മളൊരു തലമുറയിൽ അമ്മമാരെന്ന് പറഞ്ഞാൽ ഈ വീട്ടിലെ പണിക്കാർ മാത്രമാണെന്നുള്ള തോന്നൽ ഈ പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുണ്ടായി. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ നമ്മുടെ മക്കൾ പഠിക്കുന്നത്, സർക്കാർ പഠിപ്പിക്കുന്നത്, സർക്കാർ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കണം എന്താണ് ജെൻഡർ എന്നുള്ളത്, ഇക്വാലിറ്റി എന്താണ്. പഠിപ്പിക്കുന്ന കാര്യം അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും കൂടിയുള്ളതാണ്. അടുക്കള എല്ലാവരും കൂടിയാണ് അടുക്കളയിൽ നിൽക്കേണ്ടത്. വീട്ടിൽ ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും എല്ലാവരും ഷെയർ ചെയ്യണം. അതായത് ഉട്ട അടിവസ്ത്രം പോലും തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോൾ 5 ദിവസം കഴിഞ്ഞ് അവധിക്ക് വരുമ്പോൾ 5 ദിവസത്തെ അടിവസ്ത്രം എടുത്തിട്ട് നാട്ടിലേക്ക് വന്ന് അമ്മക്ക് കൊണ്ടു കൊടുക്കുന്ന മക്കളുണ്ട്. അവരേത് വിദ്യാഭ്യാസമാണ് ആർജിച്ചത് എന്നുള്ളത് നമുക്കറിയില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്തോ അത് ഈ ഭക്ഷണം കഴിച്ച പാത്രം അമ്മയുടെ അവകാശമാണ് കഴുകേണ്ടത് എന്ന് കരുതിയിട്ട് കൊണ്ടുപോയി നേരെ ബേസിൽ ഇട്ടിട്ട് അതിലൊരു ചിലപ്പോൾ വെള്ളം കൂടിയാക്കൂല അല്ലേ, തിന്നെടുത്ത് എഴുന്നേറ്റ് പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇതിലൊക്കെ ഒരുപാട് മാറ്റം വരണം. അപ്പോഴാണ് സ്ത്രീക്ക് സമയമുണ്ടാവുക. നിങ്ങൾക്ക് എഴുതാൻ ആഗ്രഹമുള്ളവരുണ്ടാകും, സിനിമക്ക് പോകാൻ ആഗ്രഹം ഉണ്ടാവും, യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ളൊരു ഷെയറിങ് നമ്മുടെ കുടുംബത്തിനകത്ത് ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരുപാട് സമയം കിട്ടും. ആ സമയമാണ് യഥാർത്ഥത്തിൽ ഒരു സ്ത്രീക്ക് ആഹ്ലാദം നൽകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് നടത്തിയിട്ടുള്ള ജെൻഡർ സ്റ്റാറ്റസ് സ്റ്റഡിയുടെ റിപ്പോർട്ട് ഏതാണ്ട് ക്രോഡീകരിച്ച് വരികയാണ്. നമ്മുടെ ഈ പഞ്ചായത്തിൽ നമ്മളത് ഇതിപ്പം ചെങ്ങളായി പഞ്ചായത്തല്ലേ, ചെങ്ങളായിൽ നമ്മൾ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞു. നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം വന്ന് പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ ഉള്ളടക്കം സംബന്ധിച്ച് നമ്മുടെ മഹിളാ അസോസിയേഷൻ പ്രവർത്തകരൊന്ന് വായിച്ചു നോക്കണം. ഈ പഞ്ചായത്തിലെ സ്ത്രീകളുടെ ജീവിതം എന്താണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. നിങ്ങളത് ചർച്ച ചെയ്യണം, എന്താണ് അതിനകത്ത് ഇടപെടേണ്ടത് എന്നൊക്കെ. ഏതായാലും വളരെ ഭംഗിയായി ഇന്നിപ്പോൾ ഒരു മഴയുത്സവം നമ്മുടെ വോളിബോളാണ് ആദ്യം ഉദ്ഘാടനം എന്നുള്ള രീതിയിൽ എനിക്ക് ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത്. സുഖമില്ലാത്ത ആളുകൾ മാത്രം ഇറങ്ങിയിരുന്നാ മതി. സ്ട്രോബെറി ടീച്ചറെ വാ, ചുരിദാറിലിട്ട് വന്നത് ഇറങ്ങാനാ. വാ വാ, സ്ട്രോബെറി ടീച്ചറെ പ്രത്യേകം ക്ഷണിക്കുന്നു പ്രസിഡന്റ്.
എല്ലാം അപ്പാടെ ഇവിടെ ടീം മാറി ഒരാള് ഇപ്പത്തെ കണ്ടത്തില് നിങ്ങൾ ബോള് കിട്ടിയാല് വെറുതെ ഇട്ട് കൊടുക്കില്ല. മുന്നോട്ടേക്ക് വീണ്ടും ജില്ലാ ടീമിന് 1 പോയിന്റ് 3 പോയിന്റ്. ബോൾ ഇട്ട് കൊടുക്കാൻ പാടില്ല, അടിക്കണം ഇതേപോലെ. വീണ്ടും ഏരിയ ടീമിന് 2, ജില്ലാ ടീമിന് 3. ഏരിയ ടീമിന് 2, ജില്ലാ ടീമിന് 3. വീണ്ടും ഏരിയ ടീമിന് 3, ജില്ലാ ടീമിന് 3. ജില്ലാ ടീം 5, ഏരിയ ടീം 3. ടീമും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ഒരു ഗോൾ നേടിയിരിക്കുകയാണ്. മാറാൻ വേണ്ടിയുള്ള പരിശ്രമമായ സ്കോർ. ഏരിയ ടീമിന് വേണ്ടി വീണ്ടും ഒരു ഗോൾ നേടിയിരിക്കുന്നു. സെൽഫ് ഗോൾ അടിക്കാതെ മറുവശത്തേക്ക് തന്നെ പന്ത് പോകുന്ന തരത്തിലേക്ക് വീണ്ടും ഏരിയ ടീമിന് പോയിന്റ് ലഭിച്ചിരിക്കുകയാണ്. പങ്കാളികളാകാമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. കൂട്ടത്തിൽ മഴ കൂടി വരാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. വീണ്ടും ഒരു പോയിന്റ് ഏരിയ ടീമിന് 8-9. 9-9 ടീം വിജയിച്ചതായി അറിയിക്കുകയാണ്. വളരെ ചെറിയ പോയിന്റിന്റെ വ്യത്യാസത്തിനാണ് ഏരിയ ടീമിന്. മോഹമില്ലതു കള്ളനിന്നു കൊണ്ടുപോരാ കൈപിടിച്ചു നിൽക്കുന്നവര് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നതിന് കണക്കായിട്ട് നിങ്ങൾ വട്ടം മാറാൻ വേണ്ടി പാടില്ല. വട്ടം സ്റ്റില് വട്ടായിരിക്കണം. പള്ളി തിരുപ്പള്ളി